നമസ്കാരം, ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം. 2025 വേൾഡ് റാപ്പിഡ് ചാമ്പ്യൻഷിപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യം അർമേനിയൻ ഗ്രാൻഡ് മാസ്റ്റർ ആരാം ഹാക്കോബിയാനും നമ്മുടെ അർജുൻ എർഗേസിയും തമ്മിൽ നടന്ന ഒരു ഗെയിം നോക്കാം. ഈ ഗെയിമിൽ ഹാക്കോബിയൻ വൈറ്റ് സൈഡും അർജുൻ ബ്ലാക്ക് സൈഡുമാണ് കളിക്കുന്നത്. വൈറ്റ് E4 മുതൽ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. ബ്ലാക്ക് C5 മൂവ് ചെയ്യുന്നു. സിസിലിയൻ ഡിഫൻസ് ആണ്. വൈറ്റിനെ നെക്സ്റ്റിലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ബ്ലാക്ക് E6 മൂവ് ചെയ്യുന്നു. ഇത് സിസിലിയൻ ഡിഫൻസിന്റെ ഫ്രഞ്ച് വേരിയേഷൻ ആണ്. വൈറ്റ് D4 മൂവ് ചെയ്തുകൊണ്ട് ഒരു പോൺ എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. ബ്ലാക്ക് പോൺ വെച്ച് പോണോട്ടുന്നു. വൈറ്റ് ക്വീന് വെച്ച് തിരിച്ചു വിട്ടുന്നു. ഇപ്പോൾ നൈറ്റ് വെച്ച് വിട്ടുന്നതിന് പകരം ക്വീന് വെച്ച് വിട്ടിയതോടെ ബ്ലാക്കിന് ആ ക്വീനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് തന്നെ നൈറ്റിനെ ഡെവലപ്പ് ചെയ്യാൻ അവസരം കിട്ടിയിരിക്കുകയാണ്. ബ്ലാക്ക് നൈറ്റിനെ C6 ഡെവലപ്പ് ചെയ്തുകൊണ്ട് ക്വീനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. വൈറ്റ് ക്വീനെ D1 തന്നെ തിരിച്ചുകൊണ്ടിരുന്നു. ബ്ലാക്ക് അടുത്ത നൈറ്റിനെ F6 ഡെവലപ്പ് ചെയ്തുകൊണ്ട് E4 പോണ്ട ഒരു അറ്റാക്ക് കൊടുക്കുന്നു. വൈറ്റ് ബിഷപ്പിനെ D3 ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആ പോണിനെ സംരക്ഷിക്കുന്നതോടൊപ്പം കാസ്റ്റിനുള്ള സൗകര്യവും ഉണ്ടാക്കുന്നു. ഇവിടെ ബ്ലാക്ക് D5 മൂവ് ചെയ്തുകൊണ്ട് വീണ്ടും ഒരു പോൺ എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. വൈറ്റ് പോൺ വെച്ച് പോണോട്ടുന്നു. ബ്ലാക്ക് പോൺ വെച്ച് തിരിച്ചു വിട്ടുന്നു. അതിനുശേഷം വൈറ്റ് കിങ് സെല്ലിലേക്ക് കാസ്റ്റിംഗ് ചെയ്യുന്നു. ഇവിടെ ബ്ലാക്കും ബിഷപ്പിനെ C5 ഡെവലപ്പ് ചെയ്തുകൊണ്ട് കാസ്റ്റിനുള്ള സൗകര്യം ഉണ്ടാക്കുന്നു. വൈറ്റ് നൈറ്റിനെ C3 ഡെവലപ്പ് ചെയ്യുന്നു. ഇതേ മൂവ് ഓർഡറിൽ ഇതിനു മുമ്പ് 7 ഗെയിമുകൾ നടന്നിട്ടുണ്ട്. ആ 7 ഗെയിമുകളിലും ബ്ലാക്ക് ഇവിടെ കിങ് സെല്ലിലേക്ക് കാസ്റ്റിംഗ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇവിടെ അർജുൻ മാറി ചിന്തിക്കുകയാണ്. ഇപ്പോൾ കാസ്റ്റിംഗ് ചെയ്യുന്നില്ല, പകരം H6 മൂവ് ചെയ്തുകൊണ്ട് ഈ G5 സ്കോറിലേക്ക് ഒരു കൺട്രോൾ കൊണ്ടുവരുന്നു. ഇതോടെ ഇതൊരു പുതിയ ഗെയിമായിട്ട് മാറിയിരിക്കുകയാണ്. ഇവിടെ വൈറ്റ് റൂക്കിനെ E1 കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് അടുത്ത ബിഷപ്പിനെ E6 ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആ ചെക്ക് ബ്ലോക്ക് ചെയ്യുന്നു. അതിനുശേഷം വൈറ്റ് H3 മൂവ് ചെയ്തുകൊണ്ട് G5 സ്കോറിലേക്ക് ഒരു കൺട്രോൾ കൊണ്ടുവരുന്നു. ബ്ലാക്ക് കിങ് സെല്ലിലേക്ക് കാസ്റ്റിംഗ് ചെയ്യുന്നു. അടുത്തായിട്ട് വൈറ്റ് ഈ C5 ബിഷപ്പിനെതിരെ ഒരു അറ്റാക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് ആദ്യം A3 മൂവ് ചെയ്തുകൊണ്ട് P4 സ്കോറിലേക്ക് ഒരു കൺട്രോൾ കൊണ്ടുവരുന്നു. ബ്ലാക്ക് A6 മൂവ് ചെയ്തുകൊണ്ട് ബിഷപ്പിന് മൂവ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടാക്കുന്നു. വൈറ്റ് ഇപ്പോൾ പോൺ വെച്ച് ബിഷപ്പിനെ അറ്റാക്ക് ചെയ്താലും ബ്ലാക്കിന് ആ ബിഷപ്പിനെ A7 മൂവ് ചെയ്തുകൊണ്ട് ഈ ഡയഗണലിൽ തന്നെ തുടരാൻ കഴിയും. അതുകൊണ്ട് ഇപ്പോൾ അങ്ങനെ ഒരു അറ്റാക്കിലേക്ക് പോകുന്നില്ല, പകരം ഡെവലപ്പ് ആവാനുള്ള ബിഷപ്പിനെ F4 ഡെവലപ്പ് ചെയ്യുന്നു. ബ്ലാക്ക് വേഗം നൈറ്റിനെ H5 മൂവ് ചെയ്തുകൊണ്ട് ആ ബിഷപ്പിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. വൈറ്റ് ബിഷപ്പിനെ H2 മൂവ് ചെയ്യുന്നു. ഇനിയും വൈറ്റിന് B4 മൂവ് ചെയ്തുകൊണ്ട് ബ്ലാക്കിൻ്റെ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യാൻ അവസരമുണ്ട്. അത് മനസ്സിലാക്കൊണ്ട് അർജുൻ ഇവിടെ ഒരു ട്രിക്ക് ഉപയോഗിക്കുകയാണ്. ഇപ്പോഴും ആ ബിഷപ്പിനെ അങ്ങോട്ടേക്ക് മാറ്റാൻ ശ്രമിക്കുന്നില്ല, പകരം ക്വീനെ F6 ഡെവലപ്പ് ചെയ്യുന്നു. ഇത് ഒരു സിമ്പിൾ ട്രിക്കാണ്. വൈറ്റ് ഇപ്പോൾ B4 മൂവ് ചെയ്തുകൊണ്ട് ബിഷപ്പിനെതിരെ അറ്റാക്ക് കൊടുക്കുകയാണെങ്കിൽ ബ്ലാക്കിന് ബിഷപ്പ് വെച്ച് F2 പോണിട്ടുകൊണ്ട് ഒരു ഫോർക്കിൻ ചെക്ക് കൊടുക്കാം. റൂക്കിനെതിരെ കൂടെ അറ്റാക്ക് ആയതുകൊണ്ട് തന്നെ അത് അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. ആ സമയത്ത് ക്വീന് ഉപയോഗിച്ച് ഈ നൈറ്റിനെ വിട്ടെടുക്കുക. അങ്ങനൊരു അറ്റാക്കിന് സാധ്യത ഉള്ളതുകൊണ്ട് വൈറ്റ് ഇപ്പോൾ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നില്ല, പകരം ക്വീനെ D2 മൂവ് ചെയ്തുകൊണ്ട് ഒരേ സമയം നൈറ്റിനും F2 പോണിനും ഓരോ സപ്പോർട്ടോടെ കൊടുക്കുന്നു. ഈ സമയത്ത് ബ്ലാക്ക് റൂക്കിനെ E8 കൊണ്ടുവരുന്നു. വൈറ്റും റൂക്കിനെ E2 മൂവ് ചെയ്തുകൊണ്ട് അടുത്ത റൂക്കിനായിട്ട് E1 സ്ക്വയർ ഫ്രീ ആക്കുന്നു. ബ്ലാക്ക് അടുത്ത റൂക്കിനെ D8 കൊണ്ടുവരുന്നു. വൈറ്റും റൂക്കിനെ E1 കൊണ്ടുവരുന്നു. ഇവിടെ അർജുൻ്റെ ഭാഗത്തുനിന്നും ഒരു മിസ്റ്റേക്ക് സംഭവിക്കുകയാണ്. E8 റൂക്കിനെ F8 മൂവ് ചെയ്യുന്നു. ഇതോടെ വൈറ്റിന് ബ്ലാക്കിൻ്റെ ഈ H5 നൈറ്റിനെ ട്രാപ്പ് ചെയ്യാൻ അവസരം കിട്ടിയിരിക്കുകയാണ്. ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത ശേഷം ഇവിടെ വൈറ്റിന് ഈ നൈറ്റിനെ എങ്ങനെയാകും ട്രാപ്പ് ചെയ്യാൻ കഴിയുന്നതെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഇവിടെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ നൈറ്റിന് മൂവ് ചെയ്യാൻ കഴിയുന്ന എല്ലാ സ്ക്വയറുകളും ബ്ലോക്കാണ്. ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നതിനായിട്ട് വൈറ്റിന് റൂക്കിനെ E5 കൊണ്ടുവന്ന് നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുത്താൽ മതി. ബ്ലാക്ക് ഇപ്പോൾ നൈറ്റ് വെച്ച് റൂക്കിനെ ഇട്ടെടുക്കുകയാണെങ്കിൽ അടുത്ത റൂക്ക് വെച്ച് നൈറ്റിനെ ഇട്ടെടുത്തുകൊണ്ട് അതേ അറ്റാക്ക് തന്നെ വീണ്ടും കൊടുക്കാം. ഇപ്പോഴും ആ നൈറ്റിന് മൂവ് ചെയ്യാൻ നല്ല സ്കോറുകളൊന്നുമില്ല. ഈ ഡയഗണലിലേക്ക് ബിഷപ്പിന് കൺട്രോൾ ഉള്ളതുകൊണ്ട് ക്വീന് വെച്ച് സപ്പോർട്ട് ചെയ്യാനും പറ്റില്ല. വേണമെങ്കിൽ പോൺ വെച്ച് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കാം. അങ്ങനെ പോൺ വെച്ച് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ വൈറ്റിന് റൂക്ക് വെച്ച് നൈറ്റിനെ ഇട്ടെടുത്തുകൊണ്ട് വീണ്ടും ഒരു എക്സ്ചേഞ്ച് സാക്രിഫൈസിലേക്ക് പോകാം. ഇപ്പോൾ പോൺ വെച്ച് റൂക്കിനെ ഇട്ടാലും പ്രശ്നമല്ല. ബിഷപ്പിനെ E5 കൊണ്ടുവന്ന് ക്വീനെതിരെ ഒരു അറ്റാക്ക് കൊടുക്കാം. ഇപ്പോൾ ആ ക്വീന് സേഫായിട്ട് പോകാൻ ഒരു സ്ക്വയറേ ബാക്കിയുള്ളൂ. E7 മാറേണ്ടി വരും. ഈ സമയത്ത് ക്വീൻ വെച്ച് H6 പോയിന്റ് എടുത്തുകൊണ്ട് ഇവിടെ ഒരു മേറ്റിന് ത്രെട്ട് കൊടുക്കാം. ഈ ചെക്ക്മേറ്റ് ഒഴിവാക്കാൻ ഒരു വഴിയേ ഉള്ളൂ. F6 മൂവ് ചെയ്തുകൊണ്ട് ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നതോടൊപ്പം ഈ G7 സ്കോറും കൺട്രോൾ ചെയ്യാം. എന്നാലും വൈറ്റിനിപ്പോൾ ഈ ബിഷപ്പിനെ അറ്റാക്കിൽ നിന്നും മാറ്റേണ്ട ആവശ്യമില്ല. കാരണം ഈ F7 സ്കോറിലേക്ക് 2 പീസിൽ വെച്ച് കൺട്രോൾ ഉണ്ട്. അവിടേക്ക് ഒരു അറ്റാക്കറെ കൂടെ കൊണ്ടുവന്നാൽ മതി. നൈറ്റിനെ G5 മൂവ് ചെയ്തുകൊണ്ട്
ആ സ്ക്വയറിലേക്ക് ഒരു അറ്റാക്ക് കൂടെ കൊണ്ടുവരാം. ബ്ലാക്ക് ഇപ്പോൾ പോൺ വെച്ച് ബിഷപ്പിനെ ഇട്ടെടുക്കുകയാണെങ്കിൽ ബിഷപ്പിനെ H7ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കാം. അപ്പോൾ ക്വീൻ വെച്ച് വിട്ടാണെങ്കിൽ അപ്പോൾ തന്നെ ചെക്ക് മേറ്റ് ആണ്. അല്ലാതെ ഇപ്പോൾ കിങ്ങിന് H8ലേക്ക് മാത്രമേ മാറാൻ പറ്റുള്ളൂ. ഈ സമയത്ത് ബിഷപ്പിനെ F5ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ഡിസ്കവേർഡ് ചെക്കിനോടൊപ്പം ബിഷപ്പിനെതിരെ അറ്റാക്കും കൊടുക്കാം. ഇപ്പോഴും കിങ്ങിന് G8ലേക്ക് മാറേണ്ടി വരും. ഈ സമയത്ത് ബിഷപ്പ് വെച്ച് ബിഷപ്പിനെ വിട്ട് ചെക്ക് കൊടുക്കാം. ഇപ്പോൾ ക്വീൻ ഇങ്ങോട്ടേക്ക് മാറുകയാണെങ്കിൽ അപ്പോൾ തന്നെ ഇവിടെ ചെക്ക് മേറ്റ് ആകും. അതുകൊണ്ട് റൂക്ക് വെച്ച് ബ്ലോക്ക് ചെയ്യേണ്ടി വരും. അതോടെ ഇങ്ങനെ ഒരു പിൻ ക്രിയേറ്റ് ആകും. അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ക്വീനെ H7ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കാം. ഇപ്പോൾ F8ലേക്കേ മാറാൻ കഴിയുള്ളൂ. ആ സമയത്ത് ക്വീൻ H8ലേക്ക് ഒന്ന് ചെക്ക് വരുമ്പോൾ ചെക്ക് മേറ്റ് ആകും. ഈ പൊസിഷനിൽ നൈറ്റ് G5ലേക്ക് വരുമ്പോൾ പോൺ വെച്ച് ബിഷപ്പിനോട്ടതിന് പകരം പോൺ വെച്ച് ആ നൈറ്റിനോട് എടുക്കുന്നെങ്കിൽ കുറച്ചുകൂടെ വേഗത്തിൽ ചെക്ക് മേറ്റ് ആകും. ഈ പോണിങ്ങോട്ടേക്ക് മാറുന്നതോടെ ബിഷപ്പിൻ്റെ ഡയഗണൽ ഓപ്പൺ ആകും. അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആദ്യം ക്വീനെ G6ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ വേറെ ഓപ്ഷനൊന്നുമില്ല. ക്വീനെ വെച്ച് ബ്ലോക്ക് ചെയ്യേണ്ടി വരും. ഈ സമയത്ത് ക്വീനെ വെച്ച് ക്വീനോട്ട് ചെക്ക് വരുമ്പോൾ ചെക്ക് മേറ്റ് ആകും. ഇങ്ങനെ വൈറ്റിന് നല്ലൊരു അറ്റാക്കിനുള്ള സാധ്യത ഉണ്ടായിരുന്നു. എന്നാൽ വൈറ്റ് അത് മിസ് ചെയ്യാണ്. ഇപ്പോൾ റൂക്കിനെ E5ലേക്ക് കൊണ്ടുവരുന്നില്ല. പകരം ബിഷപ്പിനെ C7ലേക്ക് കൊണ്ടുവന്ന് റൂക്കിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് റൂക്കിനെ D7ലേക്ക് കൊണ്ടുവന്ന് ബിഷപ്പിനെ തിരിച്ചറ്റാക്ക് ചെയ്യുന്നു. വൈറ്റ് ബിഷപ്പിനെ H2ലേക്ക് തന്നെ തിരിച്ചുകൊണ്ടുപോകുന്നു. അതിനുശേഷം ബ്ലാക്ക് റൂക്കിനെ D8ലേക്ക് തന്നെ തിരിച്ചുകൊണ്ടുപോകുന്നു. വൈറ്റ് ബിഷപ്പിനെ C7ലേക്ക് കൊണ്ടുവന്ന് റൂക്കിനെതിരെ വീണ്ടും അറ്റാക്ക് കൊടുക്കുന്നു. ഇത്തവണ ബ്ലാക്ക് റൂക്കിനെ D7ലേക്കല്ല, പകരം C8ലേക്ക് കൊണ്ടുവന്ന് ബിഷപ്പിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. വൈറ്റ് ബിഷപ്പിനെ H2ലേക്ക് തന്നെ തിരിച്ചുകൊണ്ടുപോകുന്നു. അതിനുശേഷം ബ്ലാക്ക് F8ലെ റൂക്കിനെ D8ലേക്ക് കൊണ്ടുവരുന്നു. വൈറ്റ് അഡ്വാൻസ്ഡ് കിങ്ങിനെ H1ലേക്ക് മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് B5 മൂവ് ചെയ്ത ശേഷം വൈറ്റ് ഒരു എക്സ്ചേഞ്ച് ഓഫറെയാണ്. നൈറ്റിനെ E5ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് ഇപ്പോൾ ആ എക്സ്ചേഞ്ചിലേക്ക് പോകുകയാണെങ്കിൽ ബിഷപ്പ് വെച്ച് തിരിച്ചൊട്ടിക്കൊണ്ട് ക്വീനെതിരെ അറ്റാക്ക് കൊടുക്കുകയാണ് വൈറ്റിൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു എക്സ്ചേഞ്ചിലേക്ക് പോകുന്നില്ല. പകരം നൈറ്റിനെ D4ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് റൂക്കിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. എന്നാൽ വൈറ്റ് ഇപ്പോൾ റൂക്കിനെ അറ്റാക്കിൽ നിന്ന് മാറ്റുന്നില്ല. പകരം നൈറ്റിനെ G4ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ബ്ലാക്കിൻ്റെ ക്വീനെ അറ്റാക്ക് ചെയ്യുന്നു. ഇത് അടുത്തൊരു ട്രാപ്പാണ്. ബ്ലാക്ക് ഇപ്പോൾ ബിഷപ്പ് വെച്ച് നൈറ്റിനെ എടുക്കുകയാണെങ്കിൽ പോൺ വെച്ച് തിരിച്ചൊട്ടിക്കൊണ്ട് നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നതോടെ ആ നൈറ്റ് ട്രാപ്പിലാകും. ആ നൈറ്റിന് ഇപ്പോഴും രക്ഷപ്പെട്ടു പോകാൻ യാതൊരു സ്ക്വയറും ബാക്കിയില്ല. ഇപ്പോൾ ബ്ലാക്ക് നൈറ്റ് വെച്ച് റൂക്കിന് വെട്ടിയാലും റൂക്ക് വെച്ച് തിരിച്ചു വെട്ടാം. അതിനുശേഷം ഈ നൈറ്റിനെ കൂടെ ലാഭം നേടിയെടുക്കാൻ കഴിയും. അതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു എക്സ്ചേഞ്ചിലേക്ക് പോകുന്നില്ല. പകരം ക്വീനെ അറ്റാക്കിൽ നിന്ന് മാറ്റാണ്. ക്വീനിനെ H4ലേക്ക് മൂവ് ചെയ്യുന്നു. ഇപ്പോൾ ബ്ലാക്കിൻ്റെ ക്വീൻ സേഫ് ആയിട്ടുണ്ട്. വൈറ്റിൻ്റെ റൂക്കിനെതിരെയുള്ള അറ്റാക്ക് ഇപ്പോഴും അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട്. വൈറ്റ് ആ റൂക്കിനെ അറ്റാക്കിൽ നിന്ന് മാറ്റുന്നതോടൊപ്പം വളരെ മികച്ചൊരു കൗണ്ടർ അറ്റാക്ക് കൂടെ പ്ലാൻ ചെയ്യാണ്. അതിനായിട്ട് റൂക്കിനെ E5ലേക്ക് കൊണ്ടുവരുന്നു. നേരത്തെ F6ലുണ്ടായിരുന്ന ക്വീൻ H4ലേക്ക് മാറിയതുകൊണ്ട് തന്നെ ബ്ലാക്കിന് വേണമെങ്കിൽ നേരത്തെ കണ്ടപോലെ നൈറ്റും ബിഷപ്പും തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാം. ആ സമയത്ത് പോൺ വെച്ച് തിരിച്ചുവിട്ടാലും പ്രശ്നമില്ല. ആ നൈറ്റിന് ക്വീൻ ഉണ്ടായിരുന്ന F6 സ്കോറിലേക്ക് മാറാനുള്ള സ്പേസ് ഉണ്ട്. എന്നാൽ ബ്ലാക്ക് ഇപ്പോൾ ഇങ്ങനൊരു എക്സ്ചേഞ്ചിലേക്ക് പോകുന്നില്ല. പകരം ബിഷപ്പിനെ D6ലേക്ക് കൊണ്ടുവന്ന് റൂക്കിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ഇതോടെ വൈറ്റിൻ്റെ റൂക്ക് ട്രാപ്പിലായിരിക്കുകയാണ്. ആ റൂക്കിന് ഇപ്പോൾ സേഫായിട്ട് പോകാൻ സ്ക്വയറുകളൊന്നുമില്ല. എന്നാൽ വൈറ്റ് ഇവിടെ മറ്റൊരു അറ്റാക്ക് ലക്ഷ്യമിട്ടാണ് ആ റൂക്കിനെ അവിടെ കൊണ്ടുവന്നത്. അതിലേക്ക് തന്നെ പോവുകയാണ്. ആദ്യം നൈറ്റ് വെച്ച് H6ലെ പോണിനെ ഇട്ടുകൊണ്ട് നൈറ്റിനെ സാക്രിഫൈസ് ചെയ്യുന്നു. ബ്ലാക്ക് ഇപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാതെ കിങ്ങിനെ H8ലേക്ക് അങ്ങനെ മൂവ് ചെയ്യുകയാണെങ്കിൽ ഈ റൂക്കും ബിഷപ്പും തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്ത ശേഷം ഇങ്ങനൊരു ഫോർക്കും ചെക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് അത് അക്സെപ്റ്റ് ചെയ്യാണ്. പോൺ വെച്ച് നൈറ്റിനെ എടുക്കുന്നു. ഈ സമയത്ത് വൈറ്റിൻ്റെ ഭാഗത്തു നിന്നും അടുത്തൊരു സാക്രിഫൈസ് വരെയാണ്. റൂക്ക് വെച്ച് H5ലെ നൈറ്റിനെ എടുത്തുകൊണ്ട് റൂക്കിനെ കൂടെ സാക്രിഫൈസ് ചെയ്യുന്നു. അതൊരു എക്സ്ചേഞ്ച് സാക്രിഫൈസ് ആണ്. ബ്ലാക്ക് അതും അക്സെപ്റ്റ് ചെയ്യാണ്. ക്വീനും വെച്ച് റൂക്കിനെ എടുക്കുന്നു. വൈറ്റ് വീണ്ടും ഒരു എക്സ്ചേഞ്ചിലേക്ക് പോവുകയാണ്. ബിഷപ്പ് വെച്ച് ബിഷപ്പിനെ എടുക്കുന്നു. ബ്ലാക്ക് ഇപ്പോൾ റൂക്ക് വെച്ച് തിരിച്ചിട്ടാണെങ്കിൽ ക്വീനെ F4ലേക്ക് കൊണ്ടുവന്ന് റൂക്കിനെയും നൈറ്റിനെയും ഫോർക്ക് ചെയ്യാണ് വൈറ്റിൻ്റെ ഉദ്ദേശം. എന്നാൽ ബ്ലാക്ക് ഇപ്പോൾ റൂക്ക് വെച്ച് ബിഷപ്പിനെ എടുക്കുന്നില്ല. പകരം തിരിച്ചൊരു സാക്രിഫൈസ് ചെയ്യാണ്. ബിഷപ്പ് വെച്ച് H3ലെ പോണിനെ എടുത്തുകൊണ്ട് ബിഷപ്പിനെ സാക്രിഫൈസ് ചെയ്യുന്നു. വൈറ്റ് ഇപ്പോൾ ഇത് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ പോൺ വെച്ച് ഈ F3ലേക്ക് കൊണ്ടുവരുന്ന കൺട്രോൾ നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ നൈറ്റിനെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്ന്
ക്വീനെയും റൂക്കിനെയും അറ്റാക്ക് ചെയ്യുന്നതോടൊപ്പം ഈ G1 സ്ക്വയറിലേക്കും ഒരു കൺട്രോൾ കൊണ്ടുവരാം. വൈറ്റ് ഇപ്പോൾ ക്വീനെ എങ്ങോട്ട് തന്നെ മാറ്റിയാലും ക്വീൻ വെച്ച് H3 പോയിന്റ് എടുത്തുകൊണ്ട് ചെക്ക് കൊടുക്കുക. ഇവിടെ ഇപ്പോൾ കിങ്ങിന് മൂവ് ചെയ്യാൻ സ്പേസ് ഇല്ല, അതുകൊണ്ട് തന്നെ ബിഷപ്പ് വെച്ച് ബ്ലോക്ക് ചെയ്യേണ്ടി വരും. ഈ സമയത്ത് ക്വീൻ വെച്ച് ബിഷപ്പിനോട്ട് ചെക്ക് വരുമ്പോൾ ചെക്ക് മേറ്റ് ആകും. ഇങ്ങനെ ഒരു പ്ലാനുമായിട്ടാണ് ഒരു ബിഷപ്പിനെ സാക്രിഫൈസ് ഇരിക്കുന്നത്. അത് മനസ്സിലായിക്കൊണ്ട് തന്നെയാണ് വൈറ്റ് അടുത്ത മൂവ് ചെയ്യുന്നത്. വൈറ്റ് ഇപ്പോൾ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല, പകരം ക്വീനെ F4ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ബിഷപ്പിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നതോടൊപ്പം ബ്ലാക്കിൻ്റെ നൈറ്റിനെതിരെ അറ്റാക്കും കൊടുക്കുന്നു. അതുപോലെ F3 സ്ക്വയറിലേക്ക് ഒരു കൺട്രോളും കിട്ടിയിട്ടുണ്ട്. ബ്ലാക്ക് ഇപ്പോൾ ഈ ബിഷപ്പിനെ എങ്ങോട്ടേനെ മാറ്റിക്കൊണ്ട് ഡിസ്കവേർഡ് ചെക്ക് കൊടുത്താലും കിങ്ങിന് G1ലേക്ക് മാറാനും കഴിയും. എന്നാൽ ഇതിനേക്കാൾ മികച്ചൊരു മൂവാണ് അടുത്തായിട്ട് ബ്ലാക്കിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത്. ഈ ബ്ലാക്ക് ഇവിടെ ഒരു എക്സ്ചേഞ്ച് സാക്രിഫൈസിലേക്ക് പോവുകയാണ്. റൂക്ക് ഉപയോഗിച്ച് ബിഷപ്പിനോട് എടുക്കുന്നു. വൈറ്റിനിപ്പോൾ രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ ക്വീൻ വെച്ച് നൈറ്റിനോട് എടുക്കാം, അല്ലെങ്കിൽ റൂക്കിനോട് എടുക്കാം. ഇവിടെ ഇപ്പോൾ ഈ റൂക്കിനേക്കാൾ ഈ നൈറ്റാണ് അപകടകാരി, അതുകൊണ്ട് തന്നെ ആ നൈറ്റിനോട് നിന്ന് ഒഴിവാക്കുന്നതായിരുന്നു വൈറ്റിന് നല്ല മൂവ്. എന്നാൽ വൈറ്റ് ഇവിടെ നൈറ്റിനോട് എടുക്കുന്നില്ല, പകരം ക്വീൻ ഉപയോഗിച്ച് റൂക്കിനോട് എടുക്കുന്നു. ഇതോടെ ബ്ലാക്കിൻ്റെ ഈ നൈറ്റ് ശരിക്കും അപകടകാരിയായിട്ട് മാറുകയാണ്. അടുത്തായിട്ട് നൈറ്റ് F3ലേക്ക് വന്ന് റൂക്കിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ഇപ്പോൾ ഇതൊരു നൈറ്റ് സാക്രിഫൈസ് ആണെങ്കിലും വൈറ്റിനത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ക്വീൻ ഉപയോഗിച്ച് ആ പോയിന്റ് ചെക്ക് വരും. ഇപ്പോൾ കിങ് എങ്ങോട്ട് തന്നെ മൂവ് ചെയ്താലും ക്വീൻ G2ലേക്ക് ഒന്ന് ചെക്ക് വരുമ്പോൾ ചെക്ക് മേറ്റ് ആകും. ബ്ലാക്കിൻ്റെ നൈറ്റ് F3ലേക്ക് വന്നതോടെ ഈ റൂക്കെതിരെ അറ്റാക്ക് വന്നു എന്നതല്ല പ്രധാന പ്രശ്നം. ഇവിടുത്തെ പ്രധാന പ്രശ്നം ഈ G1 സ്ക്വയറൂടെ ബ്ലാക്കിൻ്റെ കൺട്രോളിലായി എന്നതാണ്. അതുകൊണ്ട് തന്നെ ഇനി ഈ ബിഷപ്പിനെ എങ്ങോട്ടെങ്കിലും മാറ്റിക്കൊണ്ട് ഡിസ്കവേർഡ് ചെക്ക് വരുന്നതോടെ വളരെ വേഗത്തിൽ ഇവിടെ ഒരു ചെക്ക് മേറ്റിന് സാധ്യതയുണ്ട്. ഈ ബിഷപ്പിനെ മാറ്റിക്കൊണ്ടുള്ള ഡിസ്കവേർഡ് ചെക്ക് തടയുന്നതിനായിട്ട് വൈറ്റിനിപ്പോൾ നല്ല ഓപ്ഷനുകളൊന്നുമില്ല. അതുകൊണ്ട് ഒരു സാക്രിഫൈസിലൂടെ ഈ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുകയാണ്. ബിഷപ്പിനെ G7ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ക്വീനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ഇപ്പോൾ ബിഷപ്പിനെ മാറ്റിക്കൊണ്ട് ഡിസ്കവേർഡ് ചെക്കിന് ശ്രമിക്കുകയാണെങ്കിൽ വൈറ്റിനെ ബിഷപ്പ് വെച്ച് ആ ക്വീനോട് എടുക്കാം. അതുകൊണ്ട് ബ്ലാക്ക് ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാണ്. പോൺ ഉപയോഗിച്ച് ബിഷപ്പിനെ എടുക്കുന്നു. ഈ സമയത്ത് വൈറ്റ് ഒരു ക്വീൻ എക്സ്ചേഞ്ചിന് ഫോഴ്സ് ചെയ്യാണ്. ക്വീൻ ഉപയോഗിച്ച് D5 പോയിന്റ് എടുത്തുകൊണ്ട് ഒരു ഫോർക്കും ചെക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് ക്വീൻ വെച്ച് ക്വീനോട്ട് വന്നു, വൈറ്റ് നൈറ്റ് വെച്ച് തിരിച്ചു കിട്ടുന്നു. ഇപ്പോഴും ബ്ലാക്കിൻ്റെ രണ്ട് പീസുകൾ അറ്റാക്കിലാണ്. ബ്ലാക്ക് ബിഷപ്പ് വെച്ച് G2 പോയിന്റ് എടുത്തുകൊണ്ട് ചെക്ക് കൊടുക്കുന്നു. വൈറ്റ് കിങ് വെച്ച് ബിഷപ്പിനെ കിട്ടുന്നു. ബ്ലാക്ക് നൈറ്റ് വെച്ച് റൂക്കിനെ എടുത്തുകൊണ്ട് വീണ്ടും ചെക്ക് കൊടുക്കുന്നു. വൈറ്റ് ആ നൈറ്റിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടാണ് കിങ്ങിനെ മൂവ് ചെയ്യുന്നത്. കിങ്ങിനെ F1ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് ഇവിടെ കുറച്ച് ശ്രദ്ധിക്കണം. ഇപ്പോൾ ഈ നൈറ്റിനെ അറ്റാക്കിൽ നിന്ന് രക്ഷിക്കുന്നതോടൊപ്പം ഒരു പോണെ കൂടെ നേടിയെടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ വൈറ്റിന് നൈറ്റ് വെച്ച് ഇങ്ങനെ ഒരു ഫോർക്കും ചെക്ക് കൊടുത്തുകൊണ്ട് ആ റൂക്കിനെ കൂടെ നേടിയെടുക്കാൻ കഴിയും. ബ്ലാക്ക് ഇപ്പോൾ അങ്ങനെ ഒരു അവസരം വൈറ്റിന് കൊടുക്കുന്നില്ല. റൂക്ക് വെച്ച് C2 പോയിന്റ് എടുത്തോടെ വൈറ്റ് തോൽവി സമ്മതിക്കുകയായിരുന്നു. വൈറ്റ് ഇപ്പോൾ കിങ് വെച്ച് നൈറ്റിനോട്ട് എടുത്താലും ബ്ലാക്കിന് ഈ B2 പോയിന്റ് കൂടെ ഇട്ടെടുക്കാം. അതിനുശേഷം റൂക്ക് വെച്ച് ഈ A3 പോയിന്റ് കൂടെ നേടിയെടുത്ത ശേഷം ബ്ലാക്കിന് ഇതിലേതെങ്കിലും പോയിന്റ് പ്രൊമോട്ട് ചെയ്ത് ക്വീനാക്കി മാറ്റാനും വളരെ വേഗത്തിൽ വിജയിക്കാനും കഴിയും. അത് മനസ്സിലായിക്കൊണ്ടാണ് ഈ പൊസിഷനിൽ റൂക്ക് വെച്ച് C2 പോയിന്റ് എടുത്തപ്പോൾ തന്നെ വൈറ്റ് തോൽവി സമ്മതിച്ചത്. രണ്ട് ഭാഗത്തുനിന്നും വളരെ മികച്ച മൂവുകളും വളരെ നല്ല സാക്രിഫൈസുകളുള്ള വളരെ നല്ലൊരു ഗെയിം തന്നെയായിരുന്നു. അടുത്ത വീഡിയോ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.